ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് വേൾഡ്. ഞാനിന്നൊരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു കാർഡ്ബോർഡ് പീസിനെ സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. വേറൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, അതിനൊരു ചെറിയ ചെറിയ പീസായിട്ടൊരു ബ്രിക്സ് മോഡലിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് കാർഡ്ബോർഡ് പീസിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഓരോ ബ്രിക്സായിട്ടും ഓരോന്നും നമുക്കിങ്ങനെ വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്ന് വയ്ക്കുമ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട്. അതിൻ്റെ താഴത്തെ ലെയർ നമ്മൾ വെക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിൻ്റെ അടിയിലായിട്ട് വേണം അടുത്ത ബ്രിക്സ് വെക്കാവുന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം അത് വെക്കാനായിട്ട്. ശ്രദ്ധിച്ച് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. എല്ലാവർക്കും ഇത് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ പല സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. ആ ഏറ്റവും ലാസ്റ്റൊക്കെ വരുന്ന പീസ്, ഒരു ചെറിയ പീസ് വെച്ചൊക്കെ നമുക്കത് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇതിങ്ങനെ തന്നെ വെച്ചാലും ഭംഗിയാണ്. ശേഷം നമുക്ക് ഇതിനൊരു കവർ ചെയ്ത് കൊടുക്കാനുള്ള കളർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഫെവിക്കോളൊന്ന് ഉണങ്ങാനുള്ള സമയം കൊടുക്കേണ്ടതാണ്. കളറിനായിട്ട് കുറച്ച് ഓറഞ്ച് കളറ്, അതിൽ കുറച്ച് ഗ്രീനും ആഡ് ചെയ്തിട്ട് അതിലൂടെ കുറച്ച് റെഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈസ് ബ്രൗൺ കളറോളം നമുക്ക് കിട്ടും. ആ ഒരു ഇഷ്ടികയുടെ കളർ എന്നൊക്കെ രീതി വരുന്ന രീതിയിൽ, ചെങ്കല്ലിൻ്റെ ഒക്കെ കളർ, ആ ഒരു കളറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു കളർ നമുക്ക് കിട്ടും. അതിങ്ങനെ അതിൻ്റെ മുകളിലൂടെ കൊടുത്തതിന് ശേഷം ഇതും ഉണങ്ങാനായിട്ടുള്ള സമയം കൊടുക്കേണ്ടതാണ്. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ വരുന്ന കാർഡ്ബോർഡ് പീസിന് ഒരു വൈറ്റ് കളറിലെ പേപ്പർ വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ഒരു 4 പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലാണ് ഈ കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കേണ്ടത്. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 സൈഡിൽ മാത്രമേ പശ തേക്കാൻ പാടുള്ളൂ. ഒരു സൈഡ് നമ്മൾ വിട്ടു കൊടുക്കണം. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു ബ്ലാക്ക് കളറിലെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് കളറിലെ പേപ്പർ ആയാലും കുഴപ്പമില്ല, ഭംഗിയായിരിക്കും. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഗോൾഡൻ കളറിലെ ഗോൾഡൻ ടച്ച് കൊടുക്കുക, ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ കയ്യിൽ ഇതിന് വെക്കാൻ പറ്റുന്ന കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോസൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യണം.